അതിനപ്പുറത്തേക്ക് പാർട്ടി രാഷ്ട്രീയത്തിലേക്ക്, അതായത് പ്രത്യക്ഷ പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് മെത്രാൻ ഇടപെടുന്നു. ഒരു ബില്ല് പാസ്സാക്കാൻ കോൺഗ്രസ്സിലെയും മാർക്സിസ്റ്റുകാരുടെ എം പിമാരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ തുടങ്ങിയാൽ അതെവിടെയാണ് അവസാനിക്കുന്നത്? കോൺഗ്രസ്സുകാരിന്ന് പറഞ്ഞു, അല്ല മെത്രാന്മാരിന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരോട് മാർക്സിസ്റ്റുകാരോട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്യണമെന്ന്. നാളെ മുസ്ലിം മതപണ്ഡിതന്മാർ വേറൊരു കാര്യം പറഞ്ഞാലോ, ഹിന്ദു സന്യാസികൾ മറ്റൊരു കാര്യം പറഞ്ഞാലോ? അവർ മതത്തിൻ്റെ ആളുകളല്ല എം പിമാർ, അവർ ജനസമൂഹത്തിൻ്റെ ആളുകളാണ്. ഒരു ബഹുസ്വരത ഭാരതത്തിലുടനീളമുണ്ട്. മതങ്ങളുടെയും ജാതിയുടെയും ഭാഷയുടെയും വർഗത്തിൻ്റെയും ഒക്കെ വൈവിധ്യമുണ്ട്. ഈ വൈവിധ്യം കാണാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടത് മെത്രാന്മാർക്ക് കൂടിയാണ്. അവർ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു വർഗീയത അതിലുണ്ടാക്കാനുള്ള ഇടവും കൊടുത്തു. ഇവിടെ പ്രതിസ്ഥാനത്താകുന്നതും ദ്രോഹിക്കപ്പെടുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് വഖഫ് നിയമം കൊടുത്തത് ഗവൺമെൻറ് തന്നെയാണ്, അല്ലാണ്ട് അവർക്കത് ചെയ്തു കൊടുത്തു. അത് ന്യൂനപക്ഷാവകാശത്തിൻ്റെ മണ്ഡലത്തിലാകും ചെയ്തത്. അതിൽ പോരായ്മകളുണ്ടെന്ന് പരാതി ഉണ്ടാകാം, അത് പരിഹരിക്കാനും ശ്രമിക്കാം. കക്ഷിയേരല്ല വേണ്ട മെത്രാന്മാർ ചെയ്യേണ്ടത്. മെത്രാന്മാർ ആരോഗ്യകരമായ അകലത്തിൽ നിൽക്കണമായിരുന്നു. അത് ചെയ്യുമ്പോൾ ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്താനും ഇടയാക്കി. വെറുതെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത വർഗീയത ഉണ്ടാക്കുന്നത് തികച്ചും ശരിയായില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മുസ്ലിങ്ങളായിട്ട് മുസ്ലിം വിരോധം ഈ ക്രൈസ്തവ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മെത്രാന്മാർ ലവ് ജിഹാദുണ്ട് എന്നൊക്കെ പറയുക, പിന്തുണ കൊടുക്കുന്ന പ്രതീതിയാണുണ്ടായത്. ലവ് ജിഹാദിനെക്കുറിച്ച് കാസ ശക്തമായ ആൻറ്റി മുസ്ലിം വികാരത്തിൻ്റെ ഒരു സംഘടനയാണത്. ആ സംഘടന പറയുന്നത് തന്നെ മെത്രാന്മാരും പറയുക. PC ജോർജ് പറയുന്നത് മെത്രാന്മാർ പറയണോ? PC ജോർജിന് ലക്ഷ്യങ്ങളുണ്ടാകാം. ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ ഇല്ല എന്ന് സംഘടിതമായ ഒരു പദ്ധതി, ഒരു ആസൂത്രിത പദ്ധതി മുസ്ലിങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് NIA പോലുള്ള ഗവൺമെൻറ് ഒരു ഏജൻസിയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കോമൺ സെൻസിന് വിരുദ്ധമായി ഒരു കാര്യം പറയുമ്പോൾ അത് വർഗീയതയാകാണ്, വർഗീയമായ ചേരിതിരിവാകാണ്. അത് പാടില്ല. സഭയുടെ ഭാഗത്ത് നിന്ന് വർഗീയത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം വെറുക്കുന്ന ഒരു സമൂഹമായി മാറുന്നത് തികച്ചും അപകടകരമാണ്. ഒരു വെടിക്കെട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് അലസമായി നിന്ന് ബീഡി വലിക്കരുത്. ഇത് ഞാൻ മെത്രാന്മാരോടോ സമൂഹത്തിലെ ആളോ പറയേണ്ടതില്ല. നമ്മൾ അപകടകരമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. വെറും വെറുപ്പും വർഗീയതയും, സായിപ്പന്മാർ മാത്രം മതി, വേറെ ആരും പാടില്ല എന്ന് പറയുന്ന ചിന്താഗതി, അങ്ങനെയുള്ള അത് ഹിന്ദു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും അത്തരം വർഗീയതകൾ വർദ്ധിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം എന്താ കാണിക്കേണ്ടത്? ഇവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ്റെ പേരിലാണ് ക്രിസ്തു നിൽക്കുന്നത്. കുരിശിൽ തറയ്ക്കത് പ്രശ്നം പരിഹരിക്കുന്ന ഒരു മാർഗമായിട്ട് മെത്രാന്മാർ കാണുന്നുണ്ടോ? വളരെ സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. കത്തോലിക്ക സഭ ഇപ്പോൾ ഈ RSSൻ്റെ പത്രം എഴുതിയേണ്ടില്ലേ, ഏറ്റവും കൂടുതൽ സമ്പത്ത് വഖഫിനല്ല കത്തോലിക്ക സഭയ്ക്ക്. മനസ്സിലാക്കണം, രാഷ്ട്രീയ പാർട്ടികളെ മനസ്സിലാക്കാൻ മെത്രാന്മാർ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിതൊക്കെ. ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുക, വഖഫ് പരിഷ്കരിക്കണമെന്ന്. അത് കോൺഗ്രസ് പറയുന്നൊരു കാര്യം നോക്കുക. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും സ്വീകരിക്കണം. അവരോടുകൂടി ചോദിച്ച് അവരുടെ കൂടി ഒരു അംഗീകാരത്തോടുകൂടി പരിഷ്കരിക്കാം. നാളെ മറ്റന്നാളോ ഇവിടെ കത്തോലിക്ക സഭ 100 കണക്കിന് കോളേജും സ്കൂളുകളും നടത്തുന്നുണ്ട്. ആ സ്കൂൾ നടത്തുന്നതിനെക്കുറിച്ച് പരാതികളുണ്ട്. മൈനോറിറ്റി കമ്മീഷൻ്റെ പേരിലാണ് നടത്തുന്നത്, മൈനോറിറ്റി റൈറ്റിൻ്റെ പേരിലാണ്. അതൊക്കെ പുതിയ ബില്ല് കൊണ്ടുകിടന്ന് മാറ്റിമറിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ, അതിനകത്ത് വേറെ ന്യൂനപക്ഷം സഹായിക്കാൻ കൊടുത്താൽ, മെത്രാന്മാരുടെ ഇതുപോലെ ഉപദേശിച്ചാൽ എന്തായിരിക്കും സുന്നിമാരുടെ മുള്ളമാരോ അല്ലെങ്കിൽ സ്വാമിമാരോ പറഞ്ഞാൽ എന്തായിരിക്കും ക്രൈസ്തവരുടെ വികാരം? ഇതെല്ലാം ഒന്ന് കാണാനും. നമ്മളൊക്കെ ജീവിക്കുന്ന കൂവമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ല. ചെറിയ ലോകത്തിലാകരുത്, വലിയ ലോകത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം, മനസ്സ് വലുതാക്കാൻ ശ്രമിക്കണം. അതല്ല സംഭവിച്ചത്. അങ്ങനൊരു പാർട്ടിക്ക് അനുകൂലമായ നിലപാട് മെത്രാന്മാർ സംഘം എടുത്തു എന്ന് തോന്നിപ്പോകുന്നു. അത് അങ്ങനെ വീഴുന്നു എന്ന പ്രതീതിയാണ് ജനിപ്പിച്ചത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഇത് സകല മെത്രാന്മാരും അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ധാരാളം ഏരിയയിൽ, പല ഏരിയ ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വലിയ അക്രമങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്തതാണോ സഭ? എല്ലാ മെത്രാന്മാരും ഇതിന് പിന്താങ്ങുന്നുണ്ടോ? എല്ലാ കത്തോലിക്കരും ഇതിനെ പിന്താങ്ങുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കുക. കത്തോലിക്കരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് മെത്രാന്മാർ എടുത്തിട്ടുണ്ടോ? ഇതാരോടും ഒന്ന് കൺസൾട്ട് ചെയ്യാതെ ഒരു പ്രസ്താവന വഴി ഇതൊക്കെ മാറ്റിമറിക്കാമെന്നാണോ വിചാരിക്കുന്നത്? അതൊരു അവിവേകമായി പോയില്ലേ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. ഇത് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെയും മനസ്സിലാക്കാതെയോ ചെയ്യുന്ന പ്രസ്താവനകളായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാനതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അവർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് ആരോടെങ്കിലും വിരോധമോ ഇഷ്ടക്കേടോ ഉണ്ടായിട്ടില്ല. ഇതൊരു വർഗീയമായി മാറുന്നു എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ്, പേടിയുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു സമൂഹത്തെ ഒന്നടങ്കം വെറുക്കാൻ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകാം. നാസികൾ ജയിച്ചത് അങ്ങനെയാണ്. ആ വഴി സ്വീകരിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയം പറയാൻ എനിക്കിഷ്ടമില്ല. അത് കാണാനും വിവേകത്തോട് പെരുമാറാനുള്ള കാലാവസ്ഥയാണ് നമ്മുടേത്. അവിടെയൊക്കെ കുറച്ചുകൂടി വിവേകത്തോടുകൂടിയും രാഷ്ട്രീയത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്.